കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3-ൽ ഏറ്റവും വില കൂടിയ താരങ്ങളെ സ്വന്തമാക്കിയ ടീമാണ് ആലപ്പി റിപ്പിൾസ്. പരിചയസമ്പത്തുള്ളവരും ഓൾറൗണ്ടേഴ്സുമാണ് ടീമിന്റെ കരുത്തെന്ന് നായകൻ മുഹമ്മദ് അസറുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ ഏറ്റവും വില കൂടിയ താരത്തെ സ്വന്തമാക്കിയത് ആലപ്പി റിപ്പിൾസ് ആണ്. കഴിഞ്ഞ 2 സീസണിലും ആലപ്പി റിപ്പിൾസിനെ നയിച്ച മുഹമ്മദ് അസറുദ്ദീൻ മാതൃഭൂമി ന്യൂസിനുണ്ട്. അസർ, എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ടീമാണ്. തീർച്ചയായും വളരെ നല്ലൊരു ടീമാണ്. പ്രത്യേകിച്ച് ജലജ് ഭായിൻ്റെ തിരിച്ചുവരവും, അതേപോലെ അതിൻ്റെ കൂടെ സച്ചിൻ ചേട്ടൻ്റെ ഒരു വരവും, പിന്നെ സിബിനുണ്ട് നമ്മുടെ കൂടെ, അപ്പം അഭിജിത്ത് പ്രവീൺ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോമ്പിനേഷനും കൊള്ളാം. ഒരു ഗൺ സൈഡ് എന്ന് തന്നെ പറയാം. അതായത് ജലജ്, അസർ, സച്ചിൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 3 പേർ. ഈ സിബിൻ്റെ വരവിന് എങ്ങനെയാണ്? സിബിൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നമ്മളെ ടൂർണമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയർ മുസ്താഖ് അലി ടീമിലുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരുത്തനാണ്. മീഡിയം പേസ് ബൗളറുമാണ്, ഡെത്തിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വരവ് കൂടെ ആകുമ്പം ടീമിൻ്റെ ഒരു ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ഒരു ബാലൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതെന്ന് വേണം പറയാം. അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്വാഡിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ മനസ്സിൽ. മീൻസ് ഈ ഇത്രയും പ്ലെയേഴ്സിനെ നിങ്ങൾ ലേലത്തിൽ വിളിച്ചെടുത്തതിൽ ആ സ്ട്രാറ്റജി എന്തായിരുന്നു? നമുക്ക് വേണ്ടിയിരുന്നത് ഇപ്പോൾ ജലജ് ഭായാണ് കൂടുതലും ഇൻവോൾവ് ആയിട്ടുണ്ടായത് ഈ ഓപ്ഷൻ്റെ ടൈമിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത് കൂടുതൽ ഓൾറൗണ്ടേഴ്സിനെയായിരുന്നു. T20 അതാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിരുന്നു നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിബിനെയും അഭിജിത്ത് പ്രവീണിനെയും നമ്മൾ പോകാനും ടീമിലേക്ക് എടുക്കാനും തീരുമാനിച്ചത്. ഓൾറൗണ്ടേഴ്സ് ആണോ സ്ട്രെങ്ത്? ബോളിംഗ് സൈഡ് എങ്ങനെയുണ്ട്? കൂടുതൽ ഓൾറൗണ്ടേഴ്സാണ്. ബോളിംഗ് സൈഡ് ഈവൻ ഒരു ബാലൻസ്ഡ് ആയ ഒരു സൈഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 സീസണിലെ പ്രകടനം അങ്ങ് മറക്കുകയാണ്. അതെ, മറക്കാനും പഠിക്കാനും പറ്റിയ 2 സീസണായിരുന്നു. നമ്മൾ നല്ല ക്രിക്കറ്റ് കളിച്ചില്ല എന്നല്ല, പക്ഷേ പോയിന്റ് ടേബിൾ വൈസ് നോക്കുമ്പോൾ നമ്മൾ 6-ാം സ്ഥാനത്തായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സീസണായിരിക്കും ഇത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അസർ. എന്തായാലും അസറിനും സംഘത്തിനും നന്നായി മുന്നേറാൻ കഴിയട്ടെ. 3 സീസണിലും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ആലപ്പി റിപ്പിൾസ് ഇത്തവണ കളത്തിലിറങ്ങാൻ പോകുന്നത്. സജീവ് കുമാറിനൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.